ഹലോ, നമസ്കാരം. നമ്മൾ ക്രിസ്ത്യാനികൾ ഇസ്രായേൽക്കാർ തന്നെയാണോ? നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് റോഷൻ. ഞാൻ ക്രേഡിൽ ഓഫ് ഹോപ്പ് മിനിസ്ട്രീസിൽ നിന്നാണ്. ഞങ്ങൾ ഹൗസ് ഓഫ് എഫ്രൈം അല്ലെങ്കിൽ ഹൗസ് ഓഫ് ജോസഫ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഇസ്രായേൽ എന്നും അറിയപ്പെടുന്നു. ഞങ്ങൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഒപ്പീനിയൻ അല്ല, എൻ്റെ തോന്നലുകളല്ല, എൻ്റെ സ്വപ്നങ്ങളല്ല, എൻ്റെ വിചാരങ്ങളുമല്ല. ദൈവം ഒരു ഇസ്രായേൽ പ്രവാചകനെ അറിയിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദൈവം ഇപ്പോൾ ഈ ലോകത്ത് എന്താണ് ചെയ്യുന്നത്, ആ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പിന്നെ അതിൽ നമ്മൾ മലയാളി ക്രിസ്ത്യാനികൾക്ക് എന്താണ് പങ്ക് എന്ന കാര്യവും ഞാനിവിടെ പറയും. നമ്മുടെ പള്ളിയിലുള്ള ചില തെറ്റായ പ്രചരണങ്ങളും മനുഷ്യരുടെ നിയമങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ പങ്കെടുക്കാം എന്ന കാര്യം പറയുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലികളിൽ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. പിന്നെ ഈ വീഡിയോ അവസാനം വരെ ക്ഷമയോടെ കാണുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ അറിവുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ഇനി നമുക്ക് തുടങ്ങാം. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് ദൈവം പ്രവാചകന്മാർ വഴി മുൻപേ അറിയിച്ചിരുന്നതാണ്. അത് ഇസ്രായേൽ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇസ്രായേലിന് ഒരു മിശിഹ വരുമെന്ന് എല്ലാ പ്രവാചകന്മാരും എഴുതിയിട്ടുണ്ടായിരുന്നു, മോശ മുതൽ മലാഖി വരെ. അതായത് നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്ന പുസ്തകത്തിൽ മോശ, ജെറുമയ, ഏശയ്യ, എസേക്കിയേൽ, മൈക്ക, ഹോസിയ, മലാഖി, സക്കറിയ, ഇസ്രായേൽ രാജാവായ ദാവീദ് വരെ ഇവരെല്ലാവരും മിശിഹായുടെ വരവിനെ കുറിച്ച് എഴുതിയിരുന്നു. എന്നിട്ട് മിശിഹ വന്നു. നമുക്കറിയാം മിശിഹ വന്നു എന്ന്. യേശു ക്രിസ്തു വന്നു. എന്നിട്ട് സ്വന്തം ജീവിതം സ്വയം സമർപ്പിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം പ്രവാചകന്മാർ വഴി പറഞ്ഞതും എഴുതിയതുമായിട്ടുള്ളതെല്ലാം ദൈവം പൂർത്തിയാക്കും. കാരണം ദൈവത്തിന്റെ സ്വന്തം വാക്കാണത്. നമ്മൾ പലപ്പോഴും പുതിയ നിയമത്തിൽ വായിച്ചിട്ടുണ്ടാകും, ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ എഴുതപ്പെട്ടിരുന്നു എന്നൊക്കെ. ഇപ്പൊ ഉദാഹരണം, മിശിഹ സ്വന്തം ജീവൻ സമർപ്പിക്കുമെന്ന് ഏശയ്യ 53 എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മിശിഹ ബെത്ലഹേമിൽ നിന്ന് വരുമെന്ന് മൈക്ക പ്രവാചകൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ദൈവം ഒരു കാര്യം പ്രവാചകന്മാർ വഴി പറഞ്ഞാൽ ദൈവം അത് പ്രവർത്തിക്കും. ദൈവത്തിന് അത് ചെയ്തേ പറ്റൂ. കാരണം ഒന്നും കൂടെ, ദൈവത്തിന്റെ സ്വന്തം വാക്കുകളാണവ. ഇനി നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. മിശിഹ വരുമെന്ന് പ്രവചിച്ച അതേ പ്രവാചകന്മാർ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി എഴുതിയിരുന്നു. എന്താണത്? ചിതറിപ്പോയ ഇസ്രായേൽ മക്കളുടെ തിരിച്ചുവരവിനെ കുറിച്ച്. ആരാണ് തിരിച്ചു വിളിക്കുന്നത്? ദൈവം തന്നെ. ദൈവം പറയുവാണ്, അവസാന ദിവസങ്ങളിൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കുമെന്ന്. നിങ്ങൾക്കറിയാമോ ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്? യാക്കോബിന്റെ അഥവാ ഇസ്രായേലിന്റെ 12 മക്കളുടെ പേരിലായിരുന്നു 12 ഗോത്രങ്ങൾ. യേശു ക്രിസ്തു വരുന്നതിന് ഏകദേശം ഒരു 600 വർഷം മുമ്പ് ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ അവരുടെ പാപങ്ങളും നിയമലംഘനവും കാരണം ദൈവം ഇസ്രായേൽ ദേശത്ത് നിന്ന് പുറത്താക്കി. നിങ്ങൾ ദൈവം അവരെ പുറത്താക്കിയതിന്റെ കാരണം ശ്രദ്ധിച്ചോ? നിയമലംഘനം കാരണമാണ്. ഇനി ഇപ്പോൾ ഈ 2018 അല്ലെങ്കിൽ 2019 നമ്മൾ ഇസ്രായേൽ എന്ന് വിളിക്കുന്ന രാജ്യം വെറും 2 ഗോത്രങ്ങളേ ഉള്ളൂ. യഹൂദ എന്ന് പറയുന്ന ഗോത്രവും ബെഞ്ചമിൻ എന്ന് പറയുന്ന ഗോത്രവും. പിന്നെ ലേവ്യരുമുണ്ട്. ലേവ്യരെ ഒരു ഗോത്രം എന്ന് കൂട്ടിയിരുന്നില്ല, കാരണം അവർ പുരോഹിത ഗണമായിരുന്നു. ഈ 2 ഗോത്രങ്ങളെയും ബൈബിളിൽ വിളിക്കുന്നത് ഹൗസ് ഓഫ് ജൂദ അല്ലെങ്കിൽ യൂദാ ഭവനം എന്നായിരുന്നു, അല്ലെങ്കിൽ സദേൺ കിങ്ഡം. ബാക്കി 10 ഗോത്രങ്ങളെ ബൈബിളിൽ വിളിക്കുന്നത് ഹൗസ് ഓഫ് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഭവനം എന്നാണ്, അല്ലെങ്കിൽ നോർത്തേൺ കിങ്ഡം. അവരെ ഹൗസ് ഓഫ് എഫ്രൈം എന്നും ഹൗസ് ഓഫ് ജോസഫ് എന്നും വിളിക്കുന്നു. ഈ ചിതറിപ്പോയ 10 ഗോത്രങ്ങളും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ അവർക്ക് അറിയില്ല അവർ ഇസ്രായേൽക്കാരാണെന്ന്. അവർക്ക് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. അവരിപ്പോഴും ചിതറിക്കിടക്കുകയാണ്. ഞാനിപ്പോ ഇത് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലയാളികളുടെ ഇടയിൽ യൂദാ ഭവനത്തിൽ നിന്നും ഇസ്രായേൽ ഭവനത്തിൽ നിന്നും ചിതറിപ്പോയ ആളുകളുണ്ട്. ഇനി നിങ്ങൾക്കറിയാമോ ഈശോ വന്നതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം എന്തായിരുന്നു എന്ന്? ഇസ്രായേലിന്റെ ചിതറിപ്പോയ ആൾക്കാരെ തിരിച്ചു വിളിക്കാനും കൂടിയാണ് ഈശോ വന്നത്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നോളൂ, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിക്കോളൂ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം. അവൻ, അതായത് യേശു ക്രിസ്തു മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതൊന്നുകൂടെ വായിക്കാം.
ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഒരു നിമിഷം, ആരാണ് ഈശോയെ അയച്ചത്? പിതാവായ ദൈവം. ഇനി നമുക്ക് വേറൊരു വാക്യം നോക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 7 വരെ. ഈ 12 പേരെയും യേശു ക്രിസ്തു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. ആരാണ് ഈ 12 പേര്? ഈശോയുടെ 12 ശിഷ്യന്മാര്. ഇപ്പോൾ നമ്മൾ കാണുകയാണ് യേശു ക്രിസ്തുവിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇസ്രായേലിന്റെ ചിതറിപ്പോയ ആടുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. പിതാവായ ദൈവം ഈശോയെ അയച്ചതാണ് ഇതിനു വേണ്ടി. യേശു ക്രിസ്തു അപ്പോൾ അവരെ കണ്ടുപിടിച്ചു. ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഇസ്രായേൽ മക്കൾ തന്നെയാണ്. ഈ കേരളത്തിലും ഉണ്ട് കുറെ ചിതറിപ്പോയ ഇസ്രായേൽക്കാർ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കറിയില്ല അവർ ഇസ്രായേൽക്കാരാണെന്ന്. അവരിവിടെ വിജാതീയരാണ് എന്നും കരുതി ജീവിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ തോമാസ് ലീഹ ഇവിടെ വന്നത് എന്തിനായിരുന്നു എന്ന്? തോമാസ് ലീഹായെ ദൈവം ഇങ്ങോട്ട് അയച്ചതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. തോമാസ് ലീഹ ഇവിടെ വന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിരുന്ന ഇസ്രായേൽക്കാര് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയായിരുന്നു. അതായത് ദൈവം ക്രിസ്തു മതത്തിലൂടെ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളെ കണ്ടുപിടിക്കുകയായിരുന്നു എന്ന്. അതായത് വിജാതീയർ എന്ന് കരുതുന്ന കുറെ പേർ ഇസ്രായേൽക്കാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വിജാതീയരാണ് എന്നും കരുതി ഇസ്രായേൽക്കാര് ഈശോ മിശിഹായെ സ്വീകരിച്ചു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നിയമലംഘനം കാരണമാണ് ഇസ്രായേൽക്കാരെ പുറത്താക്കിയത്. അതുകൊണ്ട് അവരെ ദൈവം പൂർണ്ണമായും തിരിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങളും അതായത് നമ്മൾ ക്രിസ്ത്യാനികൾ സ്വീകരിക്കണം, പൂർണ്ണമായും സ്വീകരിക്കണം. നമുക്കറിയാമല്ലോ 10 ഗോത്രങ്ങളെ ദൈവം ഇസ്രായേൽ പ്രദേശത്ത് നിന്ന്, അതായത് ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത ആ പ്രദേശത്ത് നിന്ന് പുറത്താക്കിയതിന് കാരണം തന്നെ അവർ ദൈവത്തിന്റെ നിയമങ്ങളെ അവഗണിച്ചതുകൊണ്ടാണ്. ഈ കാര്യം നിങ്ങൾ ശരിക്കും ഗ്രഹിക്കണം. അവർ അവരുടെ സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കി ദൈവത്തിന്റെ നിയമങ്ങളെ തള്ളിക്കളഞ്ഞു. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം. ഇതായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ നിയമങ്ങൾ ഇപ്പോഴും ഈ ലോകത്ത് ബാധകമാണെന്ന്? ഏത് നിയമം? ദൈവം മോശ വഴി കൊടുത്ത നിയമങ്ങൾ. 10 കൽപ്പനകൾ മാത്രമല്ല, എല്ലാ നിയമങ്ങളും. പിന്നെ ഒരു ക്രിസ്ത്യാനി അത് പാലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന കാര്യം അറിയാമോ? ഇപ്പൊ ചിലർ പറയും യേശു ക്രിസ്തു വന്ന് നിയമമെല്ലാം എടുത്തു കളഞ്ഞുവെന്ന്. അല്ലെങ്കിൽ പറയും നിയമം യഹൂദർക്ക് മാത്രമാണെന്ന്. ശരി, യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നോളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകും വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്നും വിളിക്കപ്പെടും. അതായത് ഈശോ തന്നെ പറയുകയാണ്, മോശയ്ക്ക് കൊടുത്ത നിയമങ്ങളും പ്രവാചകന്മാരുടെ എഴുത്തുകളും ഒന്നും കളയാനല്ല ഈശോ വന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകന്മാർ എഴുതിയതെല്ലാം ദൈവം അവരോട് എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. മോശയ്ക്ക് നിയമം കൊടുത്തത് ദൈവം തന്നെയാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, യേശു ക്രിസ്തു പിതാവെ എന്ന് വിളിച്ച ദൈവം. പിന്നെ 19-ാം വാക്യം അനുസരിച്ച് ഈശോ നിയമം ലംഘിക്കുകയോ അതോ ലംഘിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്താൽ ഈശോ തന്നെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനായി പോവില്ലേ? ഈശോയുടെ സ്വന്തം വാക്കുകളാണ് അതൊക്കെ. പക്ഷെ നമുക്കറിയാം അതങ്ങനെയല്ല. എന്താണ് ഈശോ ഇവിടെ നിയമവും പ്രവാചകന്മാരും എന്തുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളെ കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്ന ആ പുസ്തകം. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നടന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരേ ഒരു ബൈബിളാണത്. എന്ത്? നിയമവും പ്രവാചകന്മാരും. നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്ന പുസ്തകം.
ഇനി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന പാലിക്കും. ഒന്നും കൂടെ വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന പാലിക്കും. യേശു ക്രിസ്തുവിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ കൽപ്പനകളും ഒന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു സ്ഥിരം ഫരിസേയരും സദുസേയരുമായി വാക്തർക്കം ഉണ്ടാക്കിയതിന് കാരണം അവർ ദൈവകൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് മനുഷ്യരുടെ മറ്റ് കൽപ്പനകൾ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അല്ലാതെ പള്ളി പറയുന്നത് പോലെ യേശു സ്വന്തം പിതാവിന്റെ നിയമങ്ങൾ റദ്ദാക്കാനല്ല വന്നത്. ഇപ്പോൾ ചിലർ ചിന്തിക്കുകയായിരിക്കും യേശു ക്രിസ്തു സാബത്ത് നിയമം ലംഘിച്ചില്ലെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തു സാബത്ത് നിയമം ലംഘിച്ചാൽ യേശു ക്രിസ്തു ഒരു പാപിയാകുമായിരുന്നു. കാരണം 1 യോഹന്നാൻ 3:4 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ചോളൂ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. യോഹന്നാന് ഒരേ ഒരു നിയമമേ അറിയുള്ളൂ, ദൈവം മോശ വഴി ഇസ്രായേലിന് കൊടുത്ത നിയമം. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിഞ്ഞോളൂ, 7-ാം ദിവസത്തെ സാബത്ത് 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയാണ്. അക്കൂട്ടത്തിലെ ഏറ്റവും വലിയ കൽപ്പന. അപ്പോൾ യേശു ക്രിസ്തു പാപം ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. എബ്രായർ 4:15 പറയുന്നത് പോലെ യേശു ക്രിസ്തു എല്ലാ കാര്യങ്ങളിലും നമ്മളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്. എന്നാൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടു യേശു ക്രിസ്തു നിയമത്തെ അസാധുവാക്കിയിട്ടില്ല എന്ന്. ഈശോ എന്താണ് പറഞ്ഞത്? ആകാശവും ഭൂമിയും കടന്നു പോകും വരെ ഒരു വള്ളിയോ പുള്ളിയോ നിയമത്തിൽ നിന്ന് പോകുകയില്ല എന്ന്. അപ്പൊ ഈശോ നിയമം പാലിച്ചാൽ ഈശോയുടെ പിൻഗാമികളായ നമ്മളും നിയമം പാലിക്കണ്ടേ? ഇനി ഈശോ പറഞ്ഞത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പൗലോസ് അപ്പോസ്തലനെ കൂട്ടുപിടിക്കും നിയമം ലംഘിക്കാൻ. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ നിയമം ലംഘിക്കാനും നിയമം ഇനി പാലിക്കണ്ട എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? നമുക്ക് ബൈബിളിൽ തന്നെ നോക്കാം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ 3-ാം അധ്യായം 31-ാം വാക്യം. ആകയാൽ നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണോ? ഒരിക്കലുമല്ല, നിയമത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തു വിശ്വാസമാണ് ഈ പറയുന്നത്? നമുക്ക് യേശു ക്രിസ്തു ദൈവപുത്രനും മിശിഹായുമാണെന്നുള്ള വിശ്വാസം. ഇനി പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ 7-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നിയമം പാപമാണെന്നോ? ഒരിക്കലുമല്ല. എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപം എന്തെന്ന് അറിയില്ലായിരുന്നു. മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയില്ലായിരുന്നു. പിന്നെ പറയുന്നു 12-ാം വാക്യം, നിയമം വിശുദ്ധം തന്നെ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. നിങ്ങൾ വായിച്ചോ? നിയമം വിശുദ്ധമാണ്, കൽപ്പന നല്ലതാണ്. ഇപ്പൊ മനസ്സിലായോ? പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ നിയമങ്ങൾ വിശുദ്ധവും നല്ലതും എന്നാണ് പറഞ്ഞത്. നിയമം എന്ന കണ്ണാടി കൊണ്ട് നമുക്ക് പാപം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് അവിടെ. പൗലോസ് അപ്പോസ്തലൻ ഒരു ഫരിസേയനായിരുന്നു, ഒരു യഹൂദനും നിയമപണ്ഡിതനും. നമ്മുടെ പള്ളികളും സഭകളും ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പൊ പള്ളി പഠിപ്പിക്കണം എന്താന്ന് വെച്ചാൽ പൗലോസ് അപ്പോസ്തലൻ നിയമമൊന്നും പാലിക്കണ്ട എന്ന് വിജാതിയരോട് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയ ആളായി പോകും. അത് ശരിയാണോ? ഒട്ടുമല്ല. പൗലോസ് അപ്പോസ്തലൻ എതിർത്തതെല്ലാം മനുഷ്യരുടെ നിയമങ്ങളാണ്, അല്ലാതെ ദൈവത്തിന്റെ നിയമം അസാധുവാക്കാൻ ധൈര്യം പോലും കാണിക്കില്ല ഒരിക്കലും. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം ഇതാണ്. യേശു ക്രിസ്തു ഒരു യഹൂദനാണ്. യേശു ക്രിസ്തു ഒരു പുതിയ മതം സ്ഥാപിച്ചില്ല. എല്ലാ അപ്പോസ്തലന്മാരും യഹൂദരായിരുന്നു, അവർ ഇസ്രായേൽക്കാരാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ നിയമലംഘനമാണ് പാപം. യോഹന്നാൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, 1 യോഹന്നാൻ 5:3. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇനി ഈ വാക്യത്തിന്റെ വിപരീത അർത്ഥം ഒന്ന് എടുത്തു നോക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കില്ല എന്നർത്ഥം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി നിങ്ങളുടെ ചോയ്സാണ്. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇനി വെളിപാടിൽ എന്താ പറഞ്ഞേക്കണം നമുക്ക് നോക്കാം. വെളിപാട് 12:17. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു,
ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഈ സ്ത്രീ ആരാണ്? ഇസ്രായേൽ സമൂഹം. സർപ്പമാരാണ്? പിശാച്. അതായത് പിശാചിന് ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും ഈശോയിൽ വിശ്വസിക്കുന്നവരുമായ ആൾക്കാരെ ഇഷ്ടമല്ല എന്ന്. അതുകൊണ്ടാണ് പിശാച് അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇനി വെളിപാട് 14:12. ഇവിടെയാണ് ദൈവകൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്: ഈശോയിലുള്ള വിശ്വാസവും ദൈവകൽപ്പനയുടെ പാലനവും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ദൈവം മോശ വഴി കൊടുത്ത നിയമം ഒരു അപ്പസ്തോലനും ലംഘിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയുമില്ല. ഈശോ എന്തായാലും പഠിപ്പിക്കുകയില്ല. കാരണം ഈശോ ദൈവവചനമാണ്. നിയമം ലംഘിക്കാൻ പഠിപ്പിച്ചത് പള്ളിയാണ്. നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോകുന്ന പള്ളികൾ. ഇനി ഞായറാഴ്ച സാബത്താണെന്ന് ആരാ പറഞ്ഞത്? ദൈവം പറഞ്ഞോ? ഇല്ല. ഈശോ പറഞ്ഞോ? ഇല്ല. ഈശോ അങ്ങനെ പറയില്ല. കാരണം ഈശോ സാബത്തിന്റെ കർത്താവാണ്. അപ്പൊ അപ്പസ്തോലന്മാര് പറഞ്ഞോ? ഇല്ല. ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞോ? അതുമില്ല. ഞായറാഴ്ച സാബത്താണെന്ന് പള്ളിയാണ് തെറ്റായി പഠിപ്പിച്ചത്. അത് ദൈവത്തിന്റെ നിയമമല്ല, അത് മനുഷ്യന്റെ നിയമമാണ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ കണ്ണിൽ ഒരു ക്രിസ്ത്യാനി ആവുക എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരനാവുക എന്നതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്, വിജാതിയർ യഹൂദമതം സ്വീകരിച്ചാണ് ഒരു ക്രിസ്ത്യാനി ആകുന്നതെന്ന്. എവിടെയാണെന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:43 മുതൽ 44 വരെ. സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ പല യഹൂദരും, ശ്രദ്ധിച്ചു കേട്ടോളൂ, യഹൂദമതത്തിൽ പുതുതായി ചേർന്ന ദൈവഭക്തരായ പലരും പൗലോസിനെയും ബാർണബാസിനെയും അനുഗമിച്ചു. അവരാകട്ടെ അവരോട് സംസാരിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസ് ലീഹ യഹൂദമതത്തിൽ പുതുതായി ചേർന്ന ഭക്തജനത്തോട് ദൈവകൃപയിൽ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അതായത് യഹൂദമതത്തിൽ നില ഉറപ്പിക്കുക എന്നതായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ഉദ്ദേശം. നേരത്തെ പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ നിയമം ലംഘിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയുമില്ല. ഇനി 44 വാക്യം ശ്രദ്ധിക്കുക. അടുത്ത സാബത്തിൽ, അവർക്ക് ആകെ ഒരു സാബത്തെ അറിയുള്ളൂ, അടുത്ത സാബത്തിൽ ദൈവവചനം ശ്രവിക്കാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു എന്നു. ഈ നഗരവാസികൾ ആരാ? യഹൂദരും വിജാതീയരും. എല്ലാവരും 7-ാം ദിവസത്തെ സാബത്താണ് ആഘോഷിച്ചിരുന്നത്. എല്ലാവരും 7-ാം ദിവസത്തെ സാബത്ത് ദിവസമാണ് കൂടിയിരുന്നത്. ബൈബിളിൽ ശരിക്കുമുള്ള 10 കൽപ്പനകൾ എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾ എഴുതിയെടുത്തോളൂ. നിയമാവർത്തനം 5:6 മുതൽ 21, പിന്നെ പുറപ്പാട് 20:2 മുതൽ 17. സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചോളൂ. 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയാണ് 7-ാം ദിവസം ദൈവത്തിന്റെ സാബത്ത് ആചരിക്കുക എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാരും പാസ്റ്റർമാരും ബിഷപ്പുമാരും ഇടയന്മാരൊക്കെ പഠിപ്പിക്കുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കാറുണ്ടോ? ശരിക്കും നിങ്ങൾ ബൈബിൾ വെച്ച് അന്വേഷിക്കാറുണ്ടോ? ഇനി നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങളുടെ ഇടയിലുള്ള ചില തെറ്റിദ്ധാരണകളും തെറ്റായ പ്രചാരണങ്ങളെയും കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൈബിൾ വായിച്ചാൽ കൂടുതൽ കൺഫ്യൂഷൻ ആകുമെന്ന്, അതുകൊണ്ട് വായിക്കാത്തതാ നല്ലതെന്ന്. പള്ളിയിലിരിക്കുന്നവർക്ക് ബൈബിൾ വായിച്ചാൽ കൺഫ്യൂഷൻ കൂടും. ശരിയാണ്. കാരണം പള്ളി പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ നിയമങ്ങളാണ്. പള്ളി പഠിപ്പിക്കുന്നത് ഒരു കാര്യം, ദൈവം ബൈബിളിൽ ചെയ്യാൻ പറയുന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുമ്പോൾ പലർക്കും മനസ്സിലാകാത്തത്. അതുമാത്രമല്ല, ബൈബിൾ പൂർണ്ണമായും ഇസ്രായേൽക്കാർ എഴുതിയതാണ്. അബ്രഹാമിന്റെ മക്കളെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ബുക്കാണ് ബൈബിൾ. പള്ളിയിൽ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, പഴയ നിയമത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, അത് നമുക്കുള്ളതല്ല എന്നൊക്കെയാണ്. പക്ഷെ നിങ്ങൾ പഴയ നിയമം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പുസ്തകമാണ് ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം. നല്ല ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നല്ലൊരു അടിസ്ഥാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല കെട്ടിടം പണിയാൻ പറ്റുമോ? ചില പള്ളികളിൽ പഠിപ്പിക്കുന്ന വേറൊരു തെറ്റായ കാര്യം എന്താണെന്ന് വെച്ചാൽ, മിശിഹായെ കൊന്നത് യഹൂദരാണെന്ന്. ബൈബിൾ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും, മിശിഹ സ്വയം നമുക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു എന്ന്. മിശിഹ വന്നതിന്റെ മറ്റൊരു പ്രധാന ഉദ്ദേശം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കാനായിരുന്നു. അതുകൊണ്ട് നമുക്ക് നിത്യജീവനം ലഭിച്ചു. മിശിഹ മരിച്ച് ഉയർത്തെഴുന്നേക്കാനാണ് ആദ്യം വന്നതെന്ന് പ്രവാചകന്മാര് പണ്ടേ എഴുതിയിരുന്നു. അതുപോലെ തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, 2-ാം ആദമായ ഈശോ പുനരുത്ഥാനത്തിലൂടെ മരണത്തെ ഇല്ലാതാക്കിയെന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ
നമ്മൾക്ക് ആർക്കും നിത്യജീവൻ ലഭിക്കില്ലായിരുന്നു. നമ്മുടെ വിശ്വാസം വരെ വ്യർത്ഥമാവുമായിരുന്നു. മറ്റൊരു തെറ്റായ പ്രചാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു. അങ്ങനെ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും അത് തെറ്റാണെന്ന്. നമുക്ക് നോക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 2 വരെ. അതിനാൽ ഞാൻ ചോദിക്കുന്നു, ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെ അബ്രഹാത്തിന്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ഈശോ സുവിശേഷത്തിൽ യോഹന്നാൻ 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, രക്ഷ യഹൂദരിൽ നിന്നാണ്. ഈശോ മിശിഹ ഒരു യഹൂദനാണ് ഇപ്പോഴും. വേറൊരു തെറ്റായ പ്രചരണം എന്താന്ന് വെച്ചാൽ യേശു ക്രിസ്തു വന്നതുകൊണ്ട് പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു വന്നു. അതായത് പ്രവാചകന്മാർ പഴയ നിയമത്തിലേ ഉള്ളൂ, പുതിയ നിയമകാലത്ത് ഇനിയും അവരൊന്നും ഇല്ലെന്ന്. ഇത് ശരിയാണോ? നമുക്ക് നോക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:1. അന്ത്യോക്യായിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ, പ്രവാചകന്മാർ അന്ത്യോക്യായിലെ സഭയിൽ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളാണ് അവർ. ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11:27. ഇക്കാലത്ത് ജെറൂസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യായിലേക്ക് വന്നു. ഇനി 15:32 പറയുന്നു, പ്രവാചകന്മാർ കൂടിയായിരുന്ന യൂദാസും സീലാസും സഹോദരർക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതിനെന്താണ് മനസ്സിലാക്കേണ്ടത്? പുതിയ നിയമകാലത്തും പ്രവാചകന്മാരുണ്ടെന്ന്, അവരുണ്ടാകണം, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ബൈബിൾ പഠിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ബൈബിൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പള്ളി പറ്റിക്കും. ഓക്കെ, ഇത് വെറും ഒരു ആമുഖമായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടീച്ചിങ്സ് പിന്നീട് വരുന്നതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്, അവിടെ പോയി പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹൗസ് ഓഫ് എഫ്രൈം ആണ്. ഹൗസ് ഓഫ് ഇസ്രായേലിന്റെ തിരിച്ചുവരവിന്റെ തുടക്കം മാത്രമാണ്. ഇസ്രായേലിൽ പണ്ട് മുതലേ പ്രവാചകന്മാരുണ്ടായിരുന്നത് പോലെ ഇപ്പോഴും പ്രവാചകന്മാരുണ്ട്. ഇവിടെ നിങ്ങളെ ദൈവത്തിന്റെ നിയമം എന്താണെന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്താണെന്നും കൂടുതൽ പഠിപ്പിക്കും. പിന്നീട് നമ്മൾ റെഡിയാകുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്മാരെ അറിയിച്ച് നമ്മളെ ഇസ്രായേലിലേക്ക് ദൈവത്തിന്റെ സമയമാകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ നിയമലംഘനം കാരണമാണ് അവരെ ദൈവം അവരുടെ ദേശത്തു നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് നിയമം ഗ്രഹിക്കാതെ ഇസ്രായേൽക്കാരെ ദൈവം തിരിച്ചെടുക്കുകയുമില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഇറങ്ങിയതിനേക്കാൾ ഒത്തിരി വലുതായിരിക്കും ഇനി വരാൻ പോകുന്ന പുറപ്പാട്. പിന്നീട് എസേക്കിയേൽ 37, ജെറമ്യാ 31 ഇവിടെയൊക്കെ പറയുന്നത് പോലെ 2 ഭവനങ്ങളെയും, അതായത് യൂദാ ഭവനത്തെയും ഇസ്രായേൽ ഭവനത്തെയും ദൈവം ഒന്നാക്കും. ഈ പ്രവചനങ്ങളൊക്കെ ഇനിയും പൂർത്തിയാവാനുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിൽ തുടങ്ങിക്കിട്ടാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പന പറയുന്നത് പോലെ 7-ാം ദിവസം സാബത്ത് പാലിക്കുക. 4-ാമത്തെ കൽപ്പന എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിയമാവർത്തനം 5:12 മുതൽ 13 ഞാൻ വായിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്, അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെയല്ല, നമ്മളെ പള്ളികൾ പറഞ്ഞതുപോലെയല്ല, ദൈവം പറഞ്ഞതുപോലെ സാബത്ത് ആചരിക്കുക. ഇനി അടുത്തത് 10 കൽപ്പനയിലെ 2-ാമത്തെ കൽപ്പന പറയുന്നത് പോലെ വിഗ്രഹങ്ങളെല്ലാം എടുത്തു കളയുക. 2-ാമത്തെ കൽപ്പന ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിയമാവർത്തനം 5:8 മുതൽ 9 വരെ. നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലുള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഞാൻ ഇതൊരു സമ്മറി തരുവാണ്, നിങ്ങൾക്ക് ഫുൾ കൽപ്പനകൾ ബൈബിളിൽ പോയി വായിക്കാം. പിന്നെ അടുത്ത എന്താന്ന് വെച്ചാൽ ലേവ്യർ 23 പറയുന്ന തിരുനാളുകൾ ആഘോഷിക്കാൻ ശ്രമിക്കുക.
അവയെക്കുറിച്ച് അന്വേഷിക്കുക, പഠിക്കാൻ ശ്രമിക്കുക അവരെക്കുറിച്ച്. ലേവ്യർ 23:2 ദൈവം പറയണത് ഇതാ: ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിന്റെ തിരുനാളുകൾ ഇവയാണ്. അതിൽ ഏറ്റവും ആദ്യം പറയണതാണ് സാബത്ത്. സാബത്ത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയും 7-ാം ദിവസം. ഇനി അടുത്ത 7 വിശുദ്ധ സമ്മേളനങ്ങൾ പറയുന്നുണ്ട്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, ആദ്യഫലങ്ങളുടെ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, കാഹളങ്ങളുടെ തിരുനാൾ, പ്രായശ്ചിത്ത ദിനം, കൂടാര തിരുനാൾ. ഇതല്ല, ഈ പറഞ്ഞ 7 വിശുദ്ധ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ കർത്താവിന്റെ തിരുനാളുകൾ വർഷത്തിലൊരിക്കൽ പല മാസങ്ങളായി വരും. പിന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെ ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ടു തുടങ്ങാം. ഇനി ദൈവത്തിന്റെ ഈ മൂവ്മെന്റിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ ദൈവം നമ്മളെ ആരെയും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വരാം, വേണ്ടെങ്കിൽ വരണ്ട. ദൈവം ഇപ്പോൾ ഇതാണ് ഈ ലോകത്ത് ചെയ്യുന്നത്. ഞങ്ങൾ ചിതറിക്കിടക്കുന്ന എഫ്രൈംകാരെ മാത്രം ആണ് അന്വേഷിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ദൈവവചനം പഠിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സ്വാഗതം. ദൈവം പറയുന്ന പോലെ ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമായ ബൈബിൾ പഠിക്കണം. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവത്തെ പ്രീതിപ്പെടുത്തണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ നിയമം പാലിക്കണം. നിങ്ങളുടെ പള്ളിയുടെയോ സഭയുടെയോ നിയമങ്ങളല്ല. കാരണം നിങ്ങളുടെ പള്ളിയുടെ നിയമങ്ങൾ വെറും മനുഷ്യരുടെ നിയമങ്ങളാണ്. പോകുന്നതിന് മുമ്പ് 2 വാക്യങ്ങൾ കൂടെ. ഏശയ്യാ പ്രവാചകന്റെ 11-ാം അധ്യായം 12-ാം വാക്യം. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരും യൂദായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. ശ്രദ്ധിച്ചോ? ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. ഈ ഭ്രഷ്ടൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പുറത്താക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്നാണ്. ഇനി അടുത്ത വാക്യം, ജെറമ്യാ 31:10. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയന് ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുക. ഇതുപോലെ കുറേ സ്ഥലങ്ങളിലും പല പ്രവാചകന്മാർ വഴിയും ദൈവം ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന വാക്ക് തന്നിട്ടുണ്ട്. യേശു ക്രിസ്തു വരെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം അത് ചെയ്തിരിക്കും. ഞാനുണ്ടേലും ഇല്ലേലും നിങ്ങളുണ്ടേലും ഇല്ലേലും ദൈവം പ്രവാചകന്മാർ വഴി എഴുതിയിട്ടുള്ള വചനങ്ങൾ എല്ലാം പൂർത്തിയാക്കും. ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയം തുടിച്ചെങ്കിൽ നിങ്ങളിൽ ഒരു ഇസ്രായേൽക്കാരൻ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരൻ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിലും അത് കുഴപ്പമില്ല. ബൈബിൾ പറയുന്നത് പോലെ ജീവിച്ചാൽ മതി. കാരണം ദൈവം എല്ലാവരുടെയും ദൈവമാണ്. പക്ഷെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന് ഒരു ജനവും, ആ ദൈവത്തിന് ഒരു നിയമവും. ദൈവത്തിന്റെ നിയമം എല്ലാവർക്കും. അല്ലാതെ യഹൂദർക്ക് ഒരു നിയമം, ക്രിസ്ത്യാനികൾക്ക് വേറൊരു നിയമം. ഇതൊക്കെ ആരാണ് പറഞ്ഞിട്ടുണ്ടാക്കിയത്? യഹൂദനായാലും ഇസ്രായേൽക്കാരനായാലും ക്രിസ്ത്യാനിയായാലും വിജാതീയനായാലും എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ. പിന്നെ ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ എന്നാണ്. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവൻ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പിൻഗാമി എന്നാണ്. അതായത് ക്രിസ്തു എന്ത് ചെയ്തോ അത് നമ്മളും ചെയ്യണം. അതാണ് ഈശോ അവിടെ ഉദ്ദേശിച്ചത്. ക്രിസ്തു നിയമം പാലിച്ചെങ്കിൽ നമ്മളും ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കണം. അല്ലാതെ പള്ളി പഠിപ്പിച്ചതുപോലെ ക്രിസ്തു സ്വന്തം പിതാവിന്റെ നിയമങ്ങൾ എടുത്തു കളയാനല്ല വന്നത്. ഈ കാര്യം ശരിക്കും ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ 2-3 പ്രാവശ്യം നിങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു അറിയിപ്പ്. ഇത് ഇസ്രായേലിന്റെ തിരിച്ചുവരവിന്റെ തുടക്കം മാത്രമാണ്. ഇത് പള്ളിയല്ല. ഞങ്ങൾക്ക് പള്ളികളില്ല, പള്ളികൾ പണിയൊന്നുമില്ല. ചെറിയ ഫെലോഷിപ്പുകൾ മാത്രം, ഇതുപോലെ ഓൺലൈൻ അല്ലെങ്കിൽ വീടുകളിൽ വെച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയമോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇമെയിൽ അയച്ചോളൂ. നന്ദി.